അതെ, കയ്യിൽ പപ്പായ കിട്ടിയാലുണ്ടല്ലോ ഇനി വേറൊന്നും നോക്കണ്ട, ദേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിക്കോ കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയും ബീഫും ഒക്കെ മാറി നിൽക്കും ഈ ഒരു അടിപൊളി പപ്പായ കറിയുടെ മുമ്പിൽ. എല്ലാവർക്കും മൾസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ പപ്പായയുടെ കറ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 4 സൈഡും ഒന്ന് ഇങ്ങനെ കൊത്തി കൊടുക്കുന്നുണ്ടേ. അപ്പോഴത്തേക്ക് അതിൻ്റെ കറയൊക്കെ ഇതാ വരുന്നുണ്ട്. ഇനി ഞാനിത് നല്ല രീതിക്കൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് അത്യാവശ്യം ഒരു വലിയ 5 കഷ്ണമാണ് കേട്ടോ എടുത്തേക്കുന്ന കറിക്ക് വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് ഈ കറിക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ പപ്പായ കട്ട് ചെയ്യേണ്ടത്. കുഞ്ഞു കുഞ്ഞ് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ പപ്പായ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയുടെ ഒരു അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതിട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ തിരുകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതെല്ലാം ഒന്ന് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ചാനലിൽ നമ്മൾ പപ്പായ കൊണ്ടുള്ള തന്നെ പുളിശ്ശേരിയുടെയും നമ്മുടെ പപ്പായയും പയർ എരിശ്ശേരിയുടെയും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിതാ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം ഒന്ന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഉണ്ടല്ലോ, ആ പപ്പായ നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പപ്പായയുടെ കളറൊക്കെ ഒന്ന് മാറി വരുവേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ആ പപ്പായ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വാടി വന്ന് കളറും മാറിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പപ്പായ എല്ലാം ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ സവാള കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുഞ്ഞുള്ളി ആണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ടുള്ളത് സവാളയെക്കാളും. അങ്ങനെ ആ സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞതും എരിവിനാവശ്യമായ പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കളറിനും കൂടെ വേണ്ടിയിട്ട് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഈ പൊടിയെല്ലാം ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ പപ്പായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ മസാലയും പപ്പായയിൽ പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ പപ്പായയിൽ നല്ല രീതിക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ പപ്പായയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് പപ്പായ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറുകിയിരിക്കുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിക്ക് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഈ സമയം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പപ്പായ പകുതി വേവായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ട് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ കറിയൊന്ന് മൂടി വെക്കുവാണേ. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ല കളറും മാറിയിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ സമയം. അപ്പോൾ ഇത് പപ്പായ നോക്കിയപ്പോഴത്തേക്കും പപ്പായ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അങ്ങനത്തെ നമ്മുടെ കറി ഏകദേശം റെഡിയായി. ഇനി നമുക്കിതിലൊരു താളിപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് പാന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താലുണ്ടല്ലോ നമ്മൾ അടിപൊളിയായിട്ടുള്ള പപ്പായയുടെ മസാല കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം അല്ലേ. ഞാനിവിടെ ഇതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പപ്പായയുടെ കറി ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു കുഞ്ഞു പപ്പടം കൂടെ സൈഡിൽ വെച്ചിട്ട് ഞാനിതാ കഴിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്